ഹായ്, വെൽക്കം ബാക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എൻ്റെ ഹോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല വ്യൂസും കോമെന്റ്സും പിന്നെ ലൈക്കൊക്കെ വരുന്നുണ്ട്. സമ്മൺ ഒരു പുതുതായിട്ട് എന്താ പറയാ മലയാളത്തിൽ ചാനൽ തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഒരു മാസം ആവുന്നേ ഉള്ളൂ, ഒരു മാസമായി. അപ്പോ അതിനുള്ളിൽ തന്നെ ഇത്രയും നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടുന്നത് എനിക്ക് വലിയ കാര്യമാട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഒരുപാട് നന്ദി. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തതാണ് നിങ്ങൾക്ക് എൻ്റെ ഹോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ഹോൾ ചെയ്യാന്ന് വെച്ചത്. പക്ഷെ എൻ്റെ ചാനൽ കംപ്ലീറ്റ്ലി ഹോൾ വീഡിയോസ് ആയിരിക്കില്ല കേട്ടോ. ഇപ്പൊ ഞാൻ കുറച്ച് ട്രാവലിംഗ് ആണ്, ഞാൻ നാട്ടിലില്ല. അപ്പൊ ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരുപാട് സാമഗ്രികളൊന്നും ഇല്ല. അപ്പൊ ആകെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഹോൾ വീഡിയോസ് ഒക്കെയാണ്. അതുകൊണ്ടാണ് അടുപ്പിച്ച് കുറച്ച് എനിക്കറിയാം കുറച്ച് ഹോൾ വീഡിയോസ് മാത്രമായി പോകുന്നുണ്ട്. നാട്ടിലെത്തിയാൽ നമുക്ക് പല പല വെറൈറ്റി കണ്ടന്റ് ഒക്കെ ട്രൈ ചെയ്യാം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്നത്തെ വീഡിയോയും ഒരു ഹോൾ വീഡിയോ ആണ്, ഒരു മിന്ത്ര ഹോളാണ്. കാരണം മിന്ത്ര എനിക്ക് തോന്നുന്നു ഒരുപാട് ചീപ്പല്ല, അഫോർഡബിൾ ആയിട്ടുള്ള സെലക്ഷനും അതിലുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം അണ്ടർ 500 അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കമന്റ് സെക്ഷനിൽ. നിങ്ങൾക്ക് എന്ത് തരം ഹോൾ വീഡിയോസ് തന്നെ വേണമെന്നല്ല, നിങ്ങൾക്ക് എന്ത് സജഷൻ, എന്ത് തരം വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം, ഇപ്പം ടിപ്സ് അല്ലെങ്കിൽ DIY അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഒട്ടും അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഞാൻ എടുത്ത് ചെയ്ത് കൊളമാക്കില്ല. മാക്സിമം അറിയുന്ന കാര്യങ്ങൾ പഠിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ മിന്ത്ര ആണ് ഞാൻ കൂടുതൽ ചെയ്യാൻ കാരണം. നല്ല എന്താ പറയാ നല്ല സെലക്ഷനും ഉണ്ട്, പിന്നെ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. ഇപ്പൊ ആഫ്റ്റർ വാഷ് ആണെങ്കിലും എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. മിന്ത്രന്ന് വാങ്ങിച്ച ഒരു പീസിനും അങ്ങനെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഷ്രിങ്കായി പോകുന്നു അല്ലെങ്കിൽ കളർ പോകുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ളതൊക്കെ നല്ലതാണ്. സോ അതുകൊണ്ടാണ് മിന്ത്ര ചെയ്യുന്നത്. സോ ഒട്ടും സമയം കളയണ്ട, ഇന്നത്തെ കുർത്ത സെറ്റ് ഹാളിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ കുർത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ കാളിനി എന്നൊരു ബ്രാൻഡിൽ നിന്ന് ഞാൻ മേടിച്ച ഒരു ക്രീം ആൻഡ് പിങ്ക് കളർ കോൺട്രാസ്റ്റ് വരുന്ന ഒരു സെറ്റാണ്. ഇതാണ് അതിന്റെ കുർത്ത. നല്ല ഭംഗിയുള്ള യോക്ക് ഡിസൈൻ കുർത്തയാണ്. ഇതെങ്ങനെയാണ് അതിന്റെ ഒരു യോക്ക് ഡിസൈൻ വരുന്നത്, ക്രീമും പിന്നെ പിങ്ക് ഞാൻ പറഞ്ഞില്ല ആ ഒരു കോൺട്രാസ്റ്റ് ആണ്, നല്ല ഭംഗിയുണ്ട്. ഇതൊരു യോക്ക് ഡിസൈൻ പ്ലീറ്റഡ് കുർത്തയാണ്. അതായത് ആ ഒരു യോക്ക് ഭാഗം കഴിഞ്ഞിട്ട് താഴോട്ട് പ്ലീറ്റ് ആണ്. നിങ്ങൾക്ക് എന്റെ ട്രൈ ഓൺ വീഡിയോയിൽ മനസ്സിലാവും. നല്ല ഭംഗിയാണ് അത് കാണാൻ കേട്ടോ. പിന്നെ ഒരുപാട് വണ്ണം ഒന്നും തോന്നിപ്പിക്കില്ല നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ഇട്ടാ. പിന്നെ ഇത് ഞാൻ മേടിച്ചിരിക്കുന്ന എന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 38 ആണ്. അതായത് മീഡിയം സൈസിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണ്. എനിക്ക് അതിന്റെ ആ ഒരു വി നെക്കും 3/4 സ്ലീവ്സും പിന്നെ സ്ലീവ്സിന്റെ അവസാനം ഇങ്ങനെ കുറച്ച് ഡിസൈൻ ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഈ പിങ്ക് വരാൻ കാരണം ഇതിന്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട ഒരു ആർട്ട് സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത്. ടോപ്പും ബോട്ടവും വിസ്കോസ് റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇത് മാത്രം ഒരു ആർട്ട് സിൽക്ക് എന്നാണ് മെറ്റീരിയലിന്റെ പേര്. ഒരു ഫ്ലോറൽ പ്രിന്റഡ് ദുപ്പട്ടയാണ്, നല്ല ഭംഗിയാണ് കാണാനൊക്കെ. പിന്നെ ബോട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ സോളിഡ് ബോട്ടം ആണ്. എനിക്ക് സോളിഡ് കളർ ഡിസൈൻ ഒന്നും ഇല്ലാത്ത ബോട്ടം ഭയങ്കര ഇഷ്ടം. എന്താ കാരണം എന്നറിയാം, നമുക്ക് വേറെ ടോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇത് ഇടാം. പിന്നെ ഏറ്റവും അടിപൊളി പാട്ട് എന്താ വെച്ചാൽ ഇത് ഇലാസ്റ്റിക്കും ആണ്, നമുക്ക് വലിച്ചു കെട്ടാനും പറ്റും. ഇങ്ങനത്തെ കോംബോ വളരെ കുറവാണ് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ. പലതിനും ചുമ്മാ ഇലാസ്റ്റിക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതിന് നമുക്ക് വേണേൽ കെട്ടുകയും ചെയ്യാം. അപ്പൊ ഓൾ ഇൻ ഓൾ ഈ സെറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മേടിച്ചത് 940 റുപ്പീസിനാണ്. പിന്നെ ഒറ്റ കാര്യം കൂടെ ഉണ്ട്, ഈ ടോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് സീ ത്രൂ ആണ്. കാരണം ഇതിന് ലൈനിങ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു സ്ലിപ്പ് ഇടണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. രണ്ടാമത്തെ സെറ്റ് ഒരു ടീൽ കളേർഡ് കുർത്ത സെറ്റ് ആണ്. അതായത് ഇതിന് ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആട്ടോ. നിങ്ങൾക്ക് ഇൻ കേസ് ടീൽ കളർ ഇഷ്ടമല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എനിക്ക് പേഴ്സണലി ഇതിന്റെ ഒരു കളർ ഭയങ്കര റിച്ച് ലുക്ക് തരുന്ന പോലെ ഫീൽ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ടീൽ എടുത്തത്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഒരു സ്ട്രൈപ്ഡ് കുർത്തയാണ്, നിങ്ങൾക്ക് എന്റെ ട്രൈ ഓൺ വീഡിയോയിലും മനസ്സിലാവും. കുറച്ച് സ്ട്രൈപ്പ് ഒക്കെ ഉള്ള ഒരു കുർത്തയാണ്. ഇത് സ്ലീവ്ലെസ് ആണ്, അറ്റാച്ച്ഡ് സ്ലീവ് ഇതിന് വരില്ല. അപ്പൊ നിങ്ങൾ സ്ലീവ്ലെസ് ഇടാത്ത ഒരാളാണെങ്കിൽ ഈ പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അല്ല എന്റെ ട്രൈ ഓൺ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. കാരണം ഇൻവീവ് എന്ന ഈ ബ്രാൻഡിന്റെ ഡ്രസ്സസ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഞാൻ ഇതിന് മുന്നേ മേടിച്ചിട്ടുണ്ട്. മെഷീൻ വീവ്, അതായത് വാഷിംഗ് മെഷീൻ വാഷ് ഇസ് പോസിബിൾ ഈ ഒരു ഡ്രസ്സിന്. അപ്പോൾ അങ്ങനെ ഷ്രിങ്കേജ് ആവോ, കളർ ഫേഡ് ആവോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡ്രസ്സസ് കുറച്ച് എക്സ്പെൻസീവുമാണ്. അപ്പൊ ഈ സെറ്റ് ഞാൻ മേടിച്ചിരിക്കുന്നത് 1700 റുപ്പീസിനാണ്. ഒരു ഡെയിലി വെയറിന് നിങ്ങളിത് മേടിക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനോ റിസപ്ഷനോ ഒക്കെ പോകണമെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല, കാരണം നല്ല കളറാണ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. പിന്നെ ഇത് സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പാട്ടോ, ഞാൻ അനാർക്കലി പോലെ കിടക്കുന്ന ഒരു കുർത്തയാണ്. പിന്നെ ബോട്ടം പറയുകയാണെങ്കിൽ പാർഷ്യലി ഇലാസ്റ്റിക്കേറ്റഡ് ആണ്. പിന്നെ നല്ല ലൂസ് ഫിറ്റഡ് പലാസോ ആണ്, അതായത് പാവാട പോലെ കിടക്കുന്ന ഒരു ബോട്ടമാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഇതിന്റെ ദുപ്പട്ടയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഈ കളർ ഇങ്ങനെ വേരിയേഷൻ വരുന്ന പോലത്തെ ദുപ്പട്ട. നിങ്ങൾക്ക് എന്റെ ട്രൈ ഓൺ വീഡിയോയിൽ കാണാൻ പറ്റും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. ഓൾ ഇൻ ഓൾ ഈ ഒരു പ്രൈസിന് എനിക്ക് വേർത്തി ആയിട്ട് ഫീൽ ചെയ്തത്. അടുത്ത സെറ്റ് ഞാൻ പോഷക് ഹബ് എന്ന ബ്രാൻഡിൽ നിന്ന് മേടിച്ച ഒരു പേർപ്പിൾ കളേർഡ് കുർത്ത സെറ്റ് ആണ്. ഇതും ഒരു വെറൈറ്റി കുർത്ത സെറ്റ് ആണ്. ആസ് ഇൻ കുറച്ച് ഹൈ സ്ലിറ്റ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് കുർത്തയാണിത്. ചിക്കൻ കറി കുർത്ത പോലെ ഇരിക്കും നിങ്ങൾക്ക് കണ്ട. കളറ് ക്യാമറയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പേർപ്പിള്. അത് ഈ ലൈറ്റിംഗ്, നാച്ചുറൽ ലൈറ്റിംഗ് ആയതുകൊണ്ടാണ്. ശരിക്കും അത് ഇടുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് ഒരു റിച്ച് പേർപ്പിൾ ലുക്കാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല കളറാട്ടോ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാൻ കാരണം. വേറെയും കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇതിന്, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പോ ഇത് ഇങ്ങനെ വൈറ്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നില്ല, അതായത് ഈ ചിക്കൻ കറി കുർത്തയില് അതുപോലെ എക്സാക്ട്ലി അതുപോലത്തെയാണ്. ജോർജറ്റ് ഫാബ്രിക്കില് മോൾ ഭാഗത്ത് ലൈനിങ് വന്നിട്ട് ഇങ്ങനത്തെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കുർത്തയാണ്. പിന്നെ ബാക്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ടൈപ്പ് ഉണ്ട്. റൗണ്ട് നെക്കാണ്, ഫുൾ സ്ലീവ്സ് വരും. സ്ലീവിന്റെ അറ്റത്തും ഇതുപോലത്തെ ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ആകെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രശ്നം എന്നല്ല കേട്ടോ, ഞാൻ അതിന്റെ ഒരു ഫീച്ചർ പറഞ്ഞാണ്. ഇതിന് ലൈനിങ് ഞാൻ പറഞ്ഞല്ലോ ജോർജറ്റ് ആണ്. ഇതിന്റെ ലൈനിങ് ഫിറ്റ് പോർഷൻ വരെ മാത്രമേ ഉള്ളൂ, താഴോട്ട് ലൈനിങ് ഇല്ല. അതായത് ഇങ്ങനെയാണ് അതിന്റെ കുർത്ത ഇരിക്കുന്നത്. ജോർജറ്റ് മെറ്റീരിയലിന് ഇങ്ങനെ ലൈനിങ് ഇല്ലാതെ ഇരിക്കും. പക്ഷെ പേടിക്കണ്ട, ഇതിന്റെ ബോട്ടം അതേ സെയിം കളറിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന് പ്രത്യേകിച്ച് സ്ലിപ്പോ അങ്ങനെയൊന്നും തപ്പിപ്പോണ്ട ആവശ്യമില്ല. അതായത് സെയിം കളർ സ്ലിപ്പ് വേണമെന്നില്ല, കാരണം നമ്മൾ അടിയിൽ ഇടുന്ന പാൻറ് സെയിം കളറിലെയാണ്. സോ അത് കവറപ്പ് ആയി പൊക്കോളും, കുഴപ്പമില്ല. പിന്നെ അല്ലാതെ ഒരു സ്ലിറ്റ് വേണമെങ്കിൽ ഇട്ടോട്ടോ, കാരണം നമുക്ക് ഇവിടം വരെ ആയിരിക്കും അതിൻ്റെ ഒരു ലൈനിങ് വരുന്നത്. പിന്നെ താഴോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ഒരു സ്ലിപ്പ് ഇടാം. അപ്പൊ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത്. ഇതും ജോർജറ്റ് മെറ്റീരിയൽ ആണ്, പക്ഷെ ലൈനിങ് ഉള്ള ഒരു ലൂസ് ഫിറ്റഡ് പലാസോ ബോട്ടം ആണ്. എനിക്ക് ഞാൻ മേടിച്ചിരിക്കുന്നത് 1294 റുപ്പീസിനാണ്. അപ്പൊ ഈ ഒരു ക്വാളിറ്റി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് വർത്ത് ദ പ്രൈസ്. പിന്നെ ഇതിന് മെഷീൻ വാഷ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യത്തെ കുറച്ച് എണ്ണം ഹാൻഡ് വാഷ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. അടുത്ത സെറ്റ് ഇൻഡോ എറ എന്ന ബ്രാൻഡിൽ നിന്ന് മേടിച്ച ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. ലൈറ്റ് ഗ്രീൻ കളേർഡ് എംബ്രോയിഡറി വർക്ക് അല്ലെങ്കിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. അതായത് ഇതിന് ഇതുമുണ്ട്, ബോട്ടം പിന്നെ ദുപ്പട്ടയും ഉള്ള ഒരു സെറ്റാണ്. സെയിം കളർ, അതായത് സെയിം ഇതേ കളറാണ് ത്രൂ ഔട്ട്. ബോട്ടം, ടോപ്പ്, ഷോൾ എല്ലാത്തിനും ഒറ്റ കളറാണ്. അത് നല്ല ലുക്ക് തരും, നമുക്കൊരു എലഗന്റ് ലുക്ക് തരും. സോ ഇങ്ങനെയാണ് അതിന്റെ ഡിസൈനിങ് വരുന്നത്. നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ബാക്കി കംപ്ലീറ്റ്ലി സോളിഡ് ആട്ടോ. ബാക്കും സ്ലീവും ഒക്കെ കംപ്ലീറ്റ്ലി സോളിഡ് ആണ്, വേറെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. പിന്നെ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് വിത്ത് ലൈനിങ് ആണ്. അതായത് നിങ്ങൾ സ്ലിപ്പ് ഇടേണ്ട ആവശ്യമില്ല, ഇതിന് ലൈനിങ് കൂടെ തന്നെ വരുന്നുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ്. സോ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇടാം. പിന്നെ ഇതിന്റെ ബോട്ടം അതേപോലെ തന്നെയാണ്, സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. പിന്നെ പാർഷ്യലി ഇലാസ്റ്റിക്കേറ്റഡ് ആണ്. എനിക്ക് ആകെ തോന്നിയൊരു പ്രശ്നം എന്നല്ല, ആകെ തോന്നിയൊരു ഇത് എന്താന്ന് വെച്ചാൽ എനിക്കിത് കുറച്ച് ലൂസായിരുന്നു. ആസ് ഇൻ വേസ്റ്റ് ഫിറ്റിംഗ് മാത്രം കുറച്ച് ലൂസായിരുന്നു. അപ്പൊ ഇതിൻ്റെ കൂടെ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കെട്ടിവെക്കായിരുന്നു എന്നെനിക്ക് തോന്നി. ചിലപ്പം എന്റെ മാത്രം പീസിന്റെ ഡിഫക്റ്റ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ അതൊന്ന് നോക്കി മേടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ദുപ്പട്ടയും സെയിം കളറിലെയാണ് കേട്ടോ. ഇതുപോലെ വൈറ്റ് ഡീറ്റെയിലിംഗ് വരുന്ന ഒരു നോർമൽ സെറ്റ് ആണ്. ഇതെനിക്ക് കിട്ടിയത് ഞാൻ മേടിച്ചത് 979 റുപ്പീസ്. ഇന്നത്തെ നമ്മുടെ ഹാളിലെ അവസാനത്തെ പീസും എന്റെ ഏറ്റവും ഫേവറേറ്റ് ഏതാന്ന് വെച്ചാൽ
ഇതാണ് ഞാൻ ഈ ഇട്ടേക്കുന്ന കുർത്ത സെറ്റ് ആണ്. ഒരു ബ്യൂട്ടിഫുൾ ലൈം ഗ്രീൻ കളേർഡ് കുർത്ത സെറ്റ് ആണ്. ലൈം ഗ്രീൻ ആണ് ടുവേർഡ്സ് യെല്ലോ, അങ്ങനെ ഒരു സെറ്റ് ആണ് ഇത്. കുർത്ത ബോട്ടം വിത്ത് ദുപ്പട്ട സെറ്റ് ആണ്. അതും ഞാൻ ഇൻഡോറ എന്ന ബ്രാൻഡിൽ നിന്നാണ് മേടിച്ചത്. അതിന്റെ പ്രൈസ് ഇപ്പൊ പറയാമേ, 1359 റുപ്പീസിനാണ് ഞാൻ മേടിച്ചത്. ഇതിന് വേറെയും കളർ ഓപ്ഷൻസ് അവൈലബിൾ ആട്ടോ. എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അതിനെ അടുത്താണ്. അപ്പൊ ഇതും ഒരു വിസ്കോസ് റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. ലൈനിങ് ഇല്ല, പക്ഷെ ഒരു പ്രശ്നവുമില്ല. ഇതൊട്ടും സീത്രൂ അല്ല. സ്ലിപ്പ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കണ്ടോ, നാച്ചുറൽ ആയിട്ടിന്റെ അടിയിൽ ഒരു പ്രശ്നമില്ല. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഇതിന്റെ ദുപ്പട്ട ആട്ടോ. ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു ഓർഗൻസ മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനത്തെ കുറച്ച് ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, വൈറ്റ്, നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഈ കളർ ഇഷ്ടമല്ലെങ്കിൽ വേറെയും ഓപ്ഷൻസ് ഈ ഒരു ഡ്രസ്സിന് അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് ഡീറ്റെയിലിംഗ് ഈ ഒരു നെക്ക് ഏരിയയിലോട്ട്, റൗണ്ട് നെക്ക് ആണ്. പിന്നെ വൈറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. വൈറ്റും ലൈം ഗ്രീനും, അതാണ് ഇതിന്റെ ഒരു കോംബോ. ഇത് ഹൈ ഹീൽസ് ഒക്കെ ഇട്ട് പെയർ ചെയ്യാൻ അടിപൊളിയായിരിക്കും. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഞാൻ ഇനി ഒട്ടും ലെങ്ത് കൂട്ടുന്നില്ല വീഡിയോയുടെ, കാരണം അത്യാവശ്യം കാണും ഇപ്പൊ തന്നെ. കാരണം പറഞ്ഞു തന്നപ്പം കുറെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. കാരണം എനിക്ക് മാക്സിമം ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് തരണം എന്നാണ് എൻ്റെ ഉദ്ദേശം. സോ ദാറ്റ് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിച്ചാൽ മതിയല്ലോ. അപ്പോൾ എനിവേസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, share and subscribe to my channel. Bye.